കൊച്ചുകുട്ടികളല്ലേ, അതും 2 കൈക്കുഞ്ഞുങ്ങളടക്കം 5. കുഞ്ഞുങ്ങളെ കാണാതാവുന്നത് ഈ നാട്ടില് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ചന്ദ്രസേനൻ തരാനുള്ള പണം പലിശയും കൂട്ടുപലിശയും അടക്കം തിരിച്ചു വേണ്ടേ വാസുവിന്? കലാവതി എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ തുറന്നു പറയാം. എന്റെ ജീവിതത്തിലെ കരടാ ആ 5 എണ്ണവും. അവരെ ഒഴിവാക്കണം. 5 മക്കളും നാട് നിറയെ കടവുമുള്ള ഒരു കുടിയന്റെ കൂടെ കലാവതി എന്തിനാ ഇറങ്ങി പുറപ്പെട്ടത്? നാണം കെട്ട ഏർപ്പാടായി പോയില്ലേ അത്? നാണക്കേട് ഉണ്ടാവാതിരിക്കാനാ വാസു ഇങ്ങനെ ഒരു കെട്ടിന് ഞാൻ സമ്മതിച്ചത്. ഞാൻ വാങ്ങിച്ച മുന്നാധാരമില്ലാത്ത സ്ഥലങ്ങൾക്കൊക്കെ കള്ള ആധാരം ഉണ്ടാക്കി പട്ടയം ശരിയാക്കി തന്നുകൊണ്ടിരുന്നത് ചന്ദ്രനാ. എനിക്കാവശ്യം റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ അയാളുടെ ജോലി കൊണ്ടുള്ള സ്വാധീനമായിരുന്നു. പക്ഷേ ചന്ദ്രന് വേണ്ടത് എന്നെയും. ആ ബന്ധം കുറെ കാലമായിട്ട് കൊണ്ടു നടക്കുന്നു. നാട്ടുകാരറിഞ്ഞ് നാണക്കേടാവുന്നൊരവസ്ഥയിലേക്ക് വന്നപ്പോഴാ ചന്ദ്രന്റെ ഭാര്യ മരിച്ചത്. അതൊരു സൗകര്യമായി. കള്ളത്തരം കാണിച്ചതിന് സസ്പെൻഷനിലായ ചന്ദ്രനെ പിന്നെ ഞാൻ കൈവിട്ടില്ല. കേട്ടങ്ങ് നടത്തിച്ചു. അത് കൂടെ പൊറുക്കാനുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. എനിക്കേ മണ്ണിനോട് ഭ്രാന്തമായ ആഗ്രഹമാ. കുഴപ്പം പിടിച്ച തർക്കഭൂമികളൊക്കെ ചെറിയ വിലയ്ക്ക് കിട്ടും. ചന്ദ്രൻ ജോലിയിൽ തിരിച്ചു കയറിയാൽ അതിനൊക്കെ ആധാരവും പട്ടയവും ഉണ്ടാവും. ചന്ദ്രന്റെ പേരിൽ ഇപ്പോഴുള്ള വീടും പുരയിടത്തിലും എനിക്ക് കണ്ണുണ്ട്. പക്ഷേ അതിന് തടസ്സം ചന്ദ്രന്റെ 5 മക്കളാ. അവരെ ഒഴിവാക്കി തരണം. തട്ടിക്കൊണ്ടുപോലൊന്നും നടക്കുന്ന കാര്യമല്ല. വേണ്ട, അനാഥാലയത്തിലേക്കാണെന്നും പറഞ്ഞ് ഞാൻ അവരെ വീട്ടിൽ നിന്ന് ഇറക്കിത്തരാം. ബാക്കി കാര്യം വാസു നോക്കിയാ മതി. അങ്ങനെ ഇറക്കി വിടുവോ പിള്ളേരെ? ഇറക്കിയിരിക്കും. ചന്ദ്രനും അവരൊന്ന് ഒഴിവായി കിട്ടിയാ മതിയെന്നാണ്. വാസു ഈ കാര്യം ഏൽക്കണം. ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ കാശ് കിട്ടണം. ചന്ദ്രൻ തരാനുള്ളതിന്റെ 4 ഇരട്ടി കിട്ടും. എന്നാ ഞാൻ ഏറ്റു. നമ്മൾ തമ്മിൽ പരിചയം ഉണ്ടെന്ന് പോലും ആരും അറിയരുത്. ഇല്ല. എന്നാ നാളെ തയ്യാറായി നിന്നോ. ബാക്കിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. നമ്മുടെ റോസയില് ആദ്യമായിട്ടുണ്ടായ പൂവാ. അമ്മ നട്ടുവെച്ചിട്ട് പോയ ചെടിയല്ലേ. അപ്പൊ ഇത് അമ്മയ്ക്ക് എന്നെ കൊടുക്കാം. വാ. അമ്മയുടെ ഫോട്ടോ എവിടെ? ആരാ അമ്മയുടെ ഫോട്ടോ എടുത്ത് മാറ്റിയേ? അച്ഛനായിരിക്കും ചേച്ചി. ആര് മാറ്റിയാലെന്താ? മരിച്ചു പോയവര് പോയി. അതെ, ഇനി ഇവിടെ ഫോട്ടോയുടെ ഒന്നും ആവശ്യമില്ല. വേണം. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ അമ്മയെ കണ്ടോണ്ടിരിക്കണം. അതൊന്നും വേണ്ട. ഇനി നിങ്ങൾക്ക് ഒരമ്മയുള്ളൂ. അത് ഈ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന ആളാ. കലാവതിയാ ഇനി നിങ്ങളുടെ അമ്മ. അല്ല, ഞങ്ങൾക്ക് അവരെ വേണ്ട. അവരല്ല, അമ്മ. അങ്ങനെ വിളിച്ച് ശീലിച്ചോണം. പറ്റില്ല. ഞങ്ങൾക്ക് ഒരമ്മയുള്ളൂ. വേറെ ആരും ഞങ്ങളുടെ അമ്മയാവില്ല. അമ്മയുടെ ഫോട്ടോ ഞങ്ങൾക്ക് വേണം. എന്താ ഇവിടെ? തള്ളയുടെ ഫോട്ടോ വേണോന്നു? എന്റെ പൊന്നു മക്കളുമാരെ, അതിന് സ്വപ്നം കണ്ടാ മതി. ചന്ദ്രൻ ഒന്നിങ്ങ് വന്നേ, ഒരു പ്രധാന കാര്യം പറയാനുണ്ട്.
ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം ചന്ദ്ര. വല്ലാത്ത നാശത്തിലേക്ക് വീഴാൻ പോവാ ചന്ദ്രൻ. അത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. അറിയാലോ, ഒരു പ്രോപ്പർട്ടിയുടെ മൂലാധാരം തിരുത്തിയ വലിയ കേസിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ ആളാണ് ചന്ദ്രൻ. ആ ഒരു കടപ്പാടാ എന്നെ ചന്ദ്രനിലേക്ക് അടുപ്പിച്ചത്. അത് മറക്കില്ല കലാവതി. നീ ഈ പഴംപുരാണം പറയാതെ കാര്യം പറ. ഇപ്പൊ എന്താ സംഭവിച്ചത്? സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്ത്? ഞാനിപ്പോ തറവാട്ട് ജോത്സ്യനെ കണ്ടിട്ടാ വരുന്നത്. അയാൾ എന്തു പറഞ്ഞു? ഈ പെൺകുട്ടികൾ 5 ചന്ദ്രന്റെ സർവനാശത്തിന് പിറന്നതാണെന്ന്. പ്രത്യേകിച്ചും ഒടുവിലുണ്ടായ ഇരട്ടകള്. ശനിയുടെ അപഹാരത്തിൽ അച്ഛൻ കാലിലാ കുട്ടികളുടെ ജനനം. അവര് കമിഴ്ന്നു തുടങ്ങുമ്പോ, അതല്ലെങ്കിൽ മുട്ടിലെഴഞ്ഞു തുടങ്ങുമ്പോ അച്ഛന്റെ മരണം സംഭവിക്കുമെന്ന്. എന്റെ മരണമോ? പിന്നല്ലാതെ വേറെ ആരുടെയാ? അപ്പോ എന്ത് ചെയ്യും? എനിക്കും ജീവിക്കണം. അവറ്റകളുടെ നേരെ നോക്കുന്നത് തന്നെ ചന്ദ്രൻ ആപത്താ. ഒഴിവാക്കണം, തീർത്തും ഒഴിവാക്കണം. എങ്ങനെ? ആടോ മാടോ ഒന്നും അല്ലല്ലോ കൊണ്ടുചെന്ന് കളയാൻ. ചന്ദ്രൻ ഒന്നും അറിയണ്ട. എല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കുട്ടികളെ കൊണ്ടുപോകാൻ ആൾക്കാർ വരും, അനാഥാലയത്തിൽ നിന്ന്. പ്രാർത്ഥന കഴിയാറായെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്. പൊടി കുഞ്ഞുങ്ങളെയും കൊണ്ട് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി അല്ലേ? നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല. സ്കൂളിൽ പോയി പഠിക്കേണ്ട കുട്ടികളല്ലേ നിങ്ങള്? പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, വാവകൾ ഞങ്ങളുടെ ജീവനാ. ഞങ്ങള് പഠിക്കാൻ പോയാലും കുഞ്ഞാവകളെ നോക്കാൻ ദേവമ്മയുണ്ടല്ലോ. അവരെയൊന്നും ഇനി ഈ വീട്ടിൽ കണ്ടുപോകരുത്. എനിക്കിഷ്ടമല്ല അവരെ. ഞങ്ങൾക്ക് ഇഷ്ടം ദേവമ്മേ. എന്റെ ഇഷ്ടമേ ഇവിടെ നടക്കൂ, മനസ്സിലായോ? എന്താ ഇവിടെ ബഹളം? ബഹളമൊന്നും ഇല്ല ചന്ദ്ര. ഞാനൊരു കാര്യം തീരുമാനിച്ചത് പറയുകയായിരുന്നു. എന്താ? ഈ പിള്ളേര് 3 കൂടി കുഞ്ഞുങ്ങളെ നോക്കി ഇവിടെ ഇരുന്നാ മതിയോ? പഠിക്കാനും സ്കൂളിൽ പോകാനും ഒക്കെ ഉള്ളതല്ലേ. ഇവരുടെ കാര്യം നോക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ എനിക്കാ. ഞാൻ ഇന്നലെ ചന്ദ്രനോട് പറഞ്ഞതല്ലേ, കൈ കുഞ്ഞുങ്ങളെ തൽക്കാലം ഇവിടുന്ന് മാറ്റണം. നടന്നു തുടങ്ങാറാവുമ്പോ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം ആലോചിക്കാം. വാവകളെ എങ്ങോട്ട് മാറ്റാൻ? അതൊക്കെയുണ്ട്, പറയാം. ഞങ്ങളുടെ കുഞ്ഞാവകളെ എങ്ങോട്ടും കൊണ്ടുപോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? ഇരട്ടകളെ ഇവിടുന്ന് മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. നാളെ ഒരു കൂട്ടര് വരും. അവര് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി നന്നായിട്ട് നോക്കിക്കോളും. വേണ്ട,
ഞങ്ങൾ നോക്കിക്കോളാം വാവകളെ, ആർക്കും കൊടുക്കില്ല ഞങ്ങള്. വേണ്ടാന്ന് കലാവതി പറഞ്ഞത് കേട്ടില്ലേ? അത് തന്നെയാ നല്ലത്. എന്റെ ദേവി, കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കുന്ന സ്ഥാപനത്തിലാ ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുള്ളത്. അവരവരുടെ വണ്ടിയിൽ തന്നെ വന്ന് കൊണ്ടുപോയിക്കോളും. കുഞ്ഞു വാവകളെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കൊണ്ടുപോയാ ഞങ്ങളും കൂടെ പോവും. ഞങ്ങൾക്ക് വാവകളെ കാണാതിരിക്കാൻ പറ്റില്ല. വാവകൾ ഉണർന്നു തോന്നുന്നു ചേച്ചി. വാ. അതാ നല്ലത്. എല്ലാവരും കൂടി അങ്ങ് പോട്ടെ ചന്ദ്ര. ജോത്സ്യരും പറഞ്ഞത് അങ്ങനെ തന്നെയാ. കൂടുതൽ ആലോചിക്കണ്ട, അങ്ങനെ തന്നെ തീരുമാനിക്കാം. വെറുതെ ചന്ദ്രന്റെ തന്നെ നാശത്തിന് നിൽക്കണ്ട. വാസു പറഞ്ഞു വിട്ടതല്ലേ? അതെ, ശിശു സംരക്ഷണ സ്ഥാപനത്തിലേക്കാണെന്നേ പറയാവൂ. എല്ലാം എനിക്കറിയാം. 5 എണ്ണത്തിന് ഇന്ന് തന്നെ കേരളം കടത്തിയിരിക്കും. അകത്തേക്ക് ചെല്ലട്ടെ? കുറച്ചൊന്ന് കഴിയട്ടെ. അകത്ത് പുറപ്പെടാനുള്ള ഒരുക്കങ്ങൾ നടക്കുക. ഓ, ഒറ്റയ്ക്ക് വിടില്ലാട്ടോ. ചേച്ചിമാര് 3 പേരും വാവന്മാരുടെ കൂടെ ഉണ്ട്. നമ്മളെ എങ്ങോട്ടായിരിക്കും ചേച്ചി ഇവര് കൊണ്ടുപോവാ? ആ, ഹലോ. ഇവിടെ എല്ലാം ഓക്കെയാണ്. അഞ്ജനയും കൊണ്ടുപോകാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. നേരെ ഇരുട്ടും മുമ്പ് നാട് കടത്തിയിരിക്കണം. അത് കഴിഞ്ഞാണ് നമ്മൾ തമ്മിലുള്ള കാശിന്റെ കണക്ക്. അത് പറയണമെന്നില്ല. മുതലും പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഞാൻ ഈടാക്കിക്കോളാം. 5 എണ്ണത്തിനും 5 തരം വില പറയും ഞാൻ. നീ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നതിനേക്കാൾ ഇരട്ടി വരും അത്. കൂട്ടിക്കിഴിച്ച് ബാക്കി വരുന്നത് ഇങ്ങ് തന്നേക്കണം. ശരി, കണക്ക് പറഞ്ഞു തന്നെ ഇടപാട് തീർത്തിരിക്കും. പോവാ നമുക്ക്. ഇനി ഈ വീട്ടില് നമുക്ക് തിരികെ വരാൻ പറ്റുമോ ചേച്ചി? അറിയില്ല മോളെ, പക്ഷേ എവിടെയായിരുന്നാലും നമ്മൾ ഒരുമിച്ച് ഉണ്ടാവും, അതുറപ്പാ. വാ. അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് പോരുമല്ലേ? എവിടേക്കായാലും ഞങ്ങൾ ഒരുമിച്ചേ ഉള്ളൂ. എന്നാ ഇറങ്ങിക്കോ 5 എണ്ണോ. ഇവിടുന്ന് പോയാ എല്ലാവർക്കും നല്ല പോലെ ജീവിക്കാം. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. സമയം കളയണ്ട, ഇറങ്ങിക്കോ. ഇറങ്ങാം, പക്ഷേ ഞങ്ങളുടെ അമ്മ കൂടെ വേണം. അതുകൊള്ളാം. ചത്തുപോയ നിന്റെ അമ്മയെ ഞാൻ എങ്ങനെ കൊണ്ടുവന്നു തരും? ഞങ്ങളുടെ അമ്മ മരിച്ചിട്ടില്ല, ജീവനോടെ ഞങ്ങളുടെ കൂടെയുണ്ട്. അമ്മയുടെ ഫോട്ടോ ഞങ്ങൾക്ക് വേണം. ആഹാ, അത്രയുള്ളോ? ആ കട്ടിലിനടിയിലും കണ്ട് കിടപ്പുണ്ട്, ഞാൻ എടുത്തോണ്ട് വരാം. എന്താ എല്ലാരും കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചോ?
അത് നന്നായി, വളരെ നന്നായി. വയ്ക്കോ. ഇടയ്ക്ക് അച്ഛൻ വരാം കാര്യങ്ങൾ അന്വേഷിക്കാൻ. വേണ്ട, ഞങ്ങൾക്ക് അച്ഛൻ വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയുടെ ആത്മാവ് കൂടെയുണ്ട്, അത് മതി. ദാ കൊണ്ടുപോയിക്കോ ആത്മാവിനെ. ചേച്ചി, ശരിയെങ്കിൽ പോകാം. എങ്ങോട്ടാടാ എന്റെ മക്കളെ പറഞ്ഞോടുന്നേ? എങ്ങോട്ടായാലും നിനക്കെന്താടാ? എനിക്ക് ദണ്ണുണ്ടടാ. മക്കളെ വിൽക്കുന്ന കാലിനാടാ നീ. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ എന്റെ കുട്ടിയെ ദ്രോഹിക്കാൻ സമ്മതിക്കില്ല. ദേവമോഹൻ എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ കൊണ്ടുപോയിക്കൊള്ളടാ എന്റെ മക്കളെ. പദ്ധതി ആകെ പൊളിയുമല്ലോ. വാസുവിനോടിനി എന്തു പറയും? തൽക്കാലം ഈ പിള്ളേരെ ഒഴിവാക്കി വിടുന്നതാ ബുദ്ധി. കൊണ്ടുപോയിക്കോ. ഈ നശൂലങ്ങളെ ഇവിടെ വേണ്ട. മിണ്ടിപ്പോവരുത് നീ. മിണ്ടിയെ മിണ്ടാട്ടം മുട്ടിക്കും ഞാൻ. ഒന്ന് പോടോ. കലാവധി ഇത് എത്ര കണ്ടതാ? നീ കാണാനിരിക്കുന്നതേ ഉള്ളൂ. കാലം കാണിച്ചു തരും നിനക്ക് ഈ കണ്ണീരിന്റെ ഒക്കെ വില. വാ മക്കളെ, മാമനുണ്ട് കൂടെ. വാ. ദൈവമേ, നിങ്ങൾ ചെല്ലു മക്കളെ, പോയി രക്ഷപ്പെട്. ചെല്ല്. വാ മക്കളെ, വാ. ചെല്ലു മോളെ. നിങ്ങൾ ഒരുത്തിയ ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കിയത്. അതേടി, ഞാനാ. തരുമ്പു മനസാക്ഷി ഇല്ലാത്തവളാ നീയെന്ന് എനിക്ക് മനസ്സിലായി. അനുഭവിക്കും നീ മാത്രമല്ല, അവനും.
ഇറങ്ങിയ മക്കളെ. കരയൊന്നും ചെയ്യലേ വാവേ, നമ്മളിവിടെ മാമന്റെ വീട്ടിൽ താമസിക്കാൻ പോവാ. വാ മക്കളെ. പ്രസാദേ, വൈകിട്ട് വേണേ. ആ, വാ മക്കളെ. വാ. നിൽക്ക്. എന്താ ഇത്? മോളെ, അമ്പികയെ അവിടെ കുട്ടികൾ താമസിക്കാൻ പറ്റില്ലെന്നാ ചന്ദ്രസേനനും അവന്റെ പുതിയ കെട്ടികളും പറയുന്നത്. കുഞ്ഞുങ്ങളെ അനാഥാലയത്തിൽ കൊടുക്കാനാണോ അതോ വിൽക്കാനാണോ തീരുമാനിച്ചതെന്ന് അറിയില്ല. തക്ക സമയത്ത് വിവരം അറിഞ്ഞ് ഞാനവിടെ എത്തിയത് നന്നായി. ഇല്ലെങ്കിൽ പിള്ളേരെ കണ്ടവരോട് പറഞ്ഞു വിട്ടേനവര്. അതുകൊണ്ട് നിങ്ങളിപ്പോ എന്താ തീരുമാനിച്ചത്? അല്ല, നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ അമ്പികെ, എനിക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? മനസ്സിലായില്ല. നമ്മുടെ സുമേഷിന്റെ ആകാശിന്റെയും കൂടെ ഇവിടെ താമസിക്കട്ടവര്. നടക്കില്ല. ഈ 5 എണ്ണത്തിനെ ഊട്ടി ഉറക്കിക്കൊണ്ട് നടക്കാൻ എനിക്ക് പറ്റില്ല. നീ കൊണ്ട് നടക്കണ്ട, ഞാനില്ലേ ഇവിടെ, ഞാൻ നോക്കിക്കോളാം അവരെ. അതും പറ്റില്ല. അവരെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ലെന്ന്. അമ്പിയെ, ഇതേ എന്റെ കുഞ്ഞുങ്ങൾക്കുള്ള വീടാ. ഇവരല്ലാതെ മറ്റാരും കുട്ടികളായിട്ട് ഇവിടെ വേണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. ഓഹോ, ഈ കുഞ്ഞുങ്ങൾ ഇവിടെ താമസിപ്പിക്കാൻ നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. വാ മക്കളെ, കയറി അകത്തോട്ട്. ഇതെന്റെ തീരുമാനമാ. ഓഹോ, അത്രയ്ക്കായോ? ഞാൻ കാണിച്ചു തരാം. ഇവിടെ അങ്ങോട്ട്. ഒരു രക്തവും ബന്ധവും എന്റെ ഈ പടി കടന്ന് അകത്തേക്ക് കയറരുത്. ദേ, ഇപ്പൊ തീരുമാനിക്കണം, എന്നെ മക്കളെയും വേണോ അതോ ഈ പെങ്ങളുടെ മക്കളെ മതിയോന്ന്. എന്തു അമ്പേ നീ പറയുന്നേ? നീ എന്ത് പറഞ്ഞാലും ശരി, ഇവരും ഇവിടെ താമസിക്കും. പറ്റില്ല. ഇവിടെ ഞാനും എന്റെ മക്കളും മതി. അതിന് സമ്മതിച്ചില്ലെങ്കിൽ നിന്ന് കത്തും ഞാൻ. ഞാൻ മാത്രമല്ല, എന്റെ മക്കളും. എന്തായി കാണിക്കുന്നത് നീ? അമ്പിയെ, 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 എന്തൊക്കെയാ കാണിക്കുന്നേ? എന്താ ഇത്? എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഇത് ഭ്രാന്തല്ല. ഈ 5 എണ്ണത്തിനെ അകത്തേക്ക് കേറ്റണമെങ്കിൽ എന്നെ എന്റെ മക്കളെ കൊന്നിട്ടായിരിക്കണം. കത്തിക്കും ഞാൻ. അമ്പിക, ഞാൻ വേണ്ട മാമ, ഞങ്ങൾ പോയിക്കോളാം. എങ്ങോട്ട് പോന്നാ? കണ്ടോ എന്റെ കയ്യിലോട്ടോ? അത് മാമൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. മാമൻ ഞങ്ങളെ അനാഥാലയത്തിലാക്കിയാ മതി. മോൾ എന്തൊക്കെയാ പറയുന്നേ? ഞങ്ങളെ ആരും ഇല്ലാത്ത പാവങ്ങൾ താമസിക്കുന്ന എവിടെയെങ്കിലും ആക്കിക്കോ. ഞങ്ങൾ പോവാ. മോളെ, മോളെ, മോളെ.